ഒന്ന് വായിക്കാം. മത്തായി സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങൾ. യേശു അവരോട്, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായി തീർന്നിരിക്കുന്നു, ചകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്ന് അറിയിപ്പീൻ എന്ന് പറഞ്ഞു. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചന ഭാഗമാണ്. യേശു അവരോട്. യേശു ആരോടാണ് ഈ വാചകം പറഞ്ഞത്? യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ യേശുവിൻ്റെ അടുക്കൽ അയച്ചു. യോഹന്നാൻ്റെ വാക്കുകൾ ശിഷ്യന്മാർ വന്ന് യേശുവിനോട് പറയുന്നത് ഇങ്ങനെയാണ്. യോഹന്നാൻ ചോദിച്ചു വിട്ടൊരു ചോദ്യമുണ്ട്, വരാനുള്ളവൻ നീയാണോ? സ്തോത്രം. വരാനുള്ളവൻ നീയാണോ, അതോ ഞങ്ങൾ മറ്റൊരുത്തനു വേണ്ടി കാത്തിരിക്കണം? യോഹന്നാനെ ഒന്ന് ശ്രദ്ധിച്ചേ. ദീർഘവർഷങ്ങൾ സ്തോത്രം യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ട് നടന്ന ഒരു മനുഷ്യനാണ്. ഹല്ലേലൂയ. യേശുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തിയ ഒരു മനുഷ്യനാണ് ആര്? യോഹന്നാൻ. പക്ഷേ ആ യോഹന്നാൻ്റെ ഉള്ളിൽ ഒരു സംശയം ഉദിച്ചു. വരാനുള്ളവൻ നീയോ? യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ട് നടന്നവൻ, യേശുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തിയവൻ സംശയത്തോടെ ഈ ചോദിക്കുന്നതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ, യോഹന്നാൻ ഇപ്പോൾ തടവിലാണ്, കാരാഗ്രഹത്തിലാണ്. എന്ന് വെച്ചാൽ യോഹന്നാൻ്റെ നിലവിലുള്ള സാഹചര്യമാണ്, താനായിരിക്കുന്ന അവസ്ഥയാണ് ഈ ചോദ്യം തന്നെ കൊണ്ട് ചോദിപ്പിച്ചത്. ഹല്ലേലൂയ. ഈ ചോദ്യം ചോദിച്ച് എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ചോദ്യം ചോദിക്കാറുണ്ട്. സ്തോത്രം. തന്നെത്താൻ ചോദിക്കാറുണ്ട്. ഹലോ. ചിലർ ഇനി വീട്ടിനകത്ത് നിന്നിട്ട് കേൾക്കാത്തതാണോ എന്നറിയാതെ വെളിയിലിറങ്ങി നിന്ന് മേപ്പോട്ട് നോക്കി ചോദിക്കുന്നതുമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഹലോ. കാരണം സാഹചര്യങ്ങൾ, അവസ്ഥകൾ, ഇപ്പോഴുള്ള നിലവാരമാണ് പലരെയും ഈ ചോദ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. വരാനുള്ളവൻ ഇവൻ തന്നെയാണോ? ഞങ്ങൾ കാത്തിരിക്കുന്നവൻ ഇവൻ തന്നെയാണോ? ഇനി വരാന്ന് പറഞ്ഞിട്ട് ഇത്രയും വർഷങ്ങളായി വന്നില്ല, ഇനി വരുമോ? നമ്മുടെ വീട്ടിൽ ഒരാൾ വരാമെന്ന് പറഞ്ഞാൽ, പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും വരാതിരുന്നാൽ നമ്മുടെ മാനസിക അവസ്ഥ എന്തായിരിക്കും? അല്ലേ? കാത്തിരുന്ന് മുഷിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത ഡയലോഗ് പറയും. ആദ്യം വേണേ വരട്ടെ, ഞാൻ വിളിക്കേണ്ട രീതിയിലൊക്കെ വിളിച്ചു, എത്ര നേരം എന്നും പറഞ്ഞാൽ കാത്തിരിക്കുന്നത്. ചിലർ ആഹാരം പോലും കഴിക്കാതെ, എന്ന് പറഞ്ഞാൽ വരാനുള്ളവർ വന്നിട്ട് അവരോടൊന്നിച്ചിരുന്ന് ആഹാരം കഴിക്കാൻ വേണ്ടി കാത്തിരുന്ന് മുഷിഞ്ഞു കഴിയുമ്പോൾ പിന്നെ പെറുപെറുത്തേച്ച് അവർ തന്നെത്താൻ ഇരുന്ന് കഴിക്കും. ഇനി വേണേ സൗകര്യം ഉണ്ടെങ്കിൽ തന്നെ ഇരുന്ന് കഴിച്ചോട്ടെ. അല്ല, എത്ര നേരം എന്നും പറഞ്ഞാൽ ഈ കാത്തിരിക്കുന്നത്. ഇങ്ങനെ കാത്തിരുന്ന് മുഷിച്ചവരൊക്കെ ഈ കളം വിട്ടു. നിങ്ങൾ സ്വതന്ത്രം പറയുന്നില്ല? ഹലോ. കാത്തിരുന്ന് മുഷിഞ്ഞവരൊക്കെ കളം വിട്ടു. ഏത് കളം? സ്തോത്രം. ഈ കളം വിട്ട ഒത്തിരി പേരുടെ പട്ടിക ഇന്ന് പകൽ എനിക്ക് നിരത്താൻ കഴിയും. എന്നോട് ചേർന്ന് ഈ കളത്തിലിറങ്ങിയ അനേകരിന്നില്ല. സ്തോത്രം. പക്ഷെ ഇന്നും ഞാൻ നിലനിൽക്കുവാൻ ദൈവം തന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദീർഘവർഷങ്ങളായി ഇന്ന് ഇവിടെ പ്രസംഗിക്കേണ്ട ഷൗമേൽ പാസ്റ്ററുമായിട്ട് ഞങ്ങൾ ദീർഘവർഷങ്ങളായിട്ട് പരിചിതരാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെയൊക്കെ ഒരു കാലഘട്ടം, ഞങ്ങൾ ഇറങ്ങിയ കാലഘട്ടത്തിലേക്കൊക്കെ തിരിഞ്ഞു നോക്കിയ ഞങ്ങളോട് കൂടെ ക്രിസ്തുവിനെ ആരാധിക്കുക, ക്രിസ്തുവിനെ ഉയർത്തുക, ക്രിസ്തുവിനെ പ്രസംഗിക്കുക ഈ കളത്തിലിറങ്ങിയ അനേക പ്രിയപ്പെട്ടവരുണ്ട്. പക്ഷെ ഇന്ന് അവരൊന്നും ഈ കളത്തിലില്ല. കാത്തിരുന്ന് അവരുടെ പ്രതീക്ഷ
പ്രത്യാശയ്ക്ക് ഭംഗം വന്നപ്പോ, അവരുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നപ്പോ ഈ കളം വിട്ട് പുറത്തു പോയവരുണ്ട്. അനേകർ വീണു പോയപ്പോ, ഈ പോർക്കളത്തിൽ അനേകർ പട്ടുപോയപ്പോ, വിശ്വാസത്തിൽ നിന്ന് വരെ അനേകർ പിന്മാറിപ്പോയപ്പോ, ഒരു കാലത്ത് ക്രിസ്തുവിനെ ഉയർത്തിയവർ ഇന്ന് ഒരു കാലത്ത് ക്രിസ്തുവിനെ നിന്ദിക്കുന്ന നിലവാരത്തിലേക്ക് അനേകർ എത്തപ്പെട്ടപ്പോ, ഒരിക്കൽ കൂടെ ഇന്ന് പകൽ ജീവനുള്ള ദൈവത്തിന്റെ ജീവനുള്ള സാക്ഷിയായി ഈ മൂവാറ്റുപുഴ പട്ടണത്തിൽ ജീസസ് വോയ്സ് സഭയുടെ ഒരു ശുശ്രൂഷകനായി ഇവിടെ ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോ ആത്മാർത്ഥമായി ഒരു കാര്യം ഞാൻ പറയോ, വിശ്വസിക്കുന്നവർ അവർ ഇന്ന് നിലനിൽക്കുക. അവന്റെ വരവ് വരെ, അവസാന നാൾ വരെ അവർ നിലനിൽക്കുവാനിടയാകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറയുമ്പോ ശരിയായ പദം തിരുവചനത്തിൽ മറ്റൊരു ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് വിശ്വാസത്താൽ ജീവിക്കുമെന്നല്ല, വിശ്വാസത്താൽ ജീവിച്ചിരിക്കുക. വിശ്വാസത്താൽ ജീവിച്ചിരിക്കുക. വിശ്വാസമുള്ളവൻ, ദൈവത്തിൽ വിശ്വാസമുള്ളവൻ, യേശുവിൽ വിശ്വാസമുള്ളവൻ ജീവിക്കുമെന്നല്ല, അവൻ ജീവിച്ചിരിക്കുക. ജീവനുള്ള കാലത്തോളം മുഴുവന് അവൻ യേശുവിൽ വിശ്വസിച്ച് അവന് വേണ്ടി ജീവിച്ചിരിക്കുമെന്ന ഈ വാക്കിന്റെ അർത്ഥം ഇന്ന് പകൽ ജീവിക്കുന്ന ദൈവമക്കൾക്ക്, കാത്തിരിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് പകൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അകത്ത് വിശ്വാസമുള്ള എത്ര പേരുണ്ട്? അകത്ത് വിശ്വാസമുള്ള എത്ര പേരുണ്ട്? കാത്തിരിക്കുന്ന എത്ര പേരുണ്ട്? നിനക്ക് വേണ്ടി ഒരുവൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലം എത്ര താമസിച്ചാല് അവൻ വരും. അവന്റെ വരവിങ്കൽ എടുക്കപ്പെടാൻ പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ, വിശുദ്ധിയോടെ നിലനിൽക്കുന്ന ദൈവജനത്തിന് ഇന്ന് പകൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശ്വാസമുള്ള ദൈവമക്കൾ ആ കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ സ്നാനപ്പെടുത്തുമ്പോൾ സ്നാനപ്പെടുവാൻ പോകുന്നയാളോട് സ്നാനപ്പെടുത്തുന്ന സ്നാപകൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. യേശു ദൈവപുത്രനെന്ന് നീ വിശ്വസിക്കുന്നുവോ? ഉണ്ടോ? വിശ്വസിക്കുന്നുവോ? ഈ വായിച്ച തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കുക, വരുവാനുള്ളവൻ യേശുവാണെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? നാം കാത്തിരിക്കുന്നവൻ യേശുവാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ചില ആഴ്ചകൾക്ക് മുമ്പ് ഒരു പാസ്റ്റർ മീഡിയയിൽ അദ്ദേഹം ഘോരം ഘോഷിക്കുകയാണ്, ഇത്ര നാൾ പ്രസംഗിച്ച യേശു ഉണ്ടല്ലോ, അദ്ദേഹമല്ല ദൈവം, വേറൊരു ദൈവം ഉണ്ടെന്ന്. അതുകൊണ്ട് വേറൊരു പാസ്റ്റർ, ആ പാസ്റ്റർ കൈക്കീഴിൽ സ്നാനപ്പെട്ട് ഒന്നും കൂടെ വിശ്വാസം നഷ്ടപ്പെട്ട ഒന്നല്ല, ഒരു 5-10 പ്രാവശ്യമെങ്കിലും സ്നാനപ്പെടും. പിന്നെ കയ്യിലിരിപ്പ് ശരിയല്ലെങ്കിൽ 10 അല്ല, അതിൽ കൂടുതൽ സ്നാനപ്പെട്ടാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ സ്വതന്ത്രം പറയുന്നില്ല. ഹലോ, സ്നാപകൻ സ്നാനാർത്ഥിയോട് ചോദിക്കുന്നൊരു ചോദ്യം, യേശു ദൈവപുത്രനെന്ന് വിശ്വസിക്കുന്നുവോ? എടാ, ഇതെല്ലാം ചോദിച്ചല്ലേ ഇവിടെ വരെ കൊണ്ടെത്തിച്ചേ? ആണോ? ഈ ചോദ്യമെല്ലാം ചോദിച്ചല്ലയോ, ഈ ക്ലാസ് എല്ലാം കഴിഞ്ഞേച്ചല്ലേ ഈ വെള്ളത്തിൻ്റെ അവിടെ കൊണ്ടെത്തിച്ചേ? പിന്നെ വെള്ളത്തിൽ ഇറക്കി നിർത്തിയേച്ച് ഇതൊന്നുകൂടെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? മനുഷ്യൻ്റെ കാര്യമല്ലേ, എപ്പോഴാണ് സ്വഭാവം മാറുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. വെള്ളം നനഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ സ്വഭാവം മാറിയാലോ. നിങ്ങൾ മിണ്ടുന്നില്ല. കല്യാണ ശുശ്രൂഷയിൽ കണ്ടിട്ടില്ലേ, വിവാഹം നിശ്ചയിച്ച് ഉറപ്പിച്ചേച്ച് വീണ്ടും കല്യാണത്തിന് കൈപിടിക്കുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്താ? ഈ നിൽക്കുന്ന ഇദ്ദേഹത്തെ ഭർത്താവായിട്ട് സ്വീകരിക്കാൻ പണ്ടാരണ്ട് ചോദിച്ചെന്ന് പറഞ്ഞു, പാസ് ഇതെല്ലാം പറഞ്ഞിട്ടല്ലേ ഉറപ്പിച്ചേ, പിന്നെ ഇത് ഇവിടെ രണ്ടാമതൊന്നും ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? പെട്ടെന്ന് പരിപാടി നിർത്തിച്ച് പോകാൻ നോക്ക് ചുമ്മാതെ.
സ്തോത്രം. ചില ചോദ്യമൊക്കെ ആവർത്തിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉള്ളിലിരിപ്പ്. ഈ ചില കാര്യങ്ങളൊക്കെ ആവർത്തിച്ച് ചോദിക്കുന്നതിൻ്റെ കാരണം എന്നറിയോ? ഈ സ്വഭാവം അറിയാനാ. നമ്മുടെ സ്വഭാവം അറിയണമെങ്കിൽ ഒരു 5-6 വട്ടം ആവർത്തിച്ച് ഒരു കാര്യം ചോദിക്കണം. നിങ്ങൾ സ്തോത്രം പറയുന്നില്ല? സ്തോത്രം. ഈ സ്നാപകൻ എല്ലാ ക്ലാസ്സും എടുത്തേച്ചാ ഈ സ്നാനക്കുളത്തിൽ കൊണ്ടുവരുന്നത്. എന്നിട്ട് അവിടെ വെച്ചിട്ട് വീണ്ടും ഒരു ചോദ്യം. ഹലോ. പിന്നെ ഈ ചിലരുടെയൊക്കെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോഴേ പറയുന്നേ അവിടെ ചെന്നിട്ടും ഈ ചോദ്യം ചോദിക്കും കേട്ടോ. അപ്പോൾ ഒന്ന് പറഞ്ഞേക്കണേ. ഇല്ല പറ്റത്തില്ലെന്നാലും പറഞ്ഞ് വേറെ എന്തെങ്കിലും പറഞ്ഞ പണി പാടത്തില്ലേ? അതുകൊണ്ട് ഒന്നും കൂടെ പറയും കേട്ടോ. ഇതെല്ലാം പറയാമെന്ന് സമ്മതിച്ചേച്ച് അവിടെ ചെല്ലുമ്പോൾ മിണ്ടാതിരിക്കുന്നവരെ എനിക്കറിയാം. ഇവിടുന്ന് എല്ലാം ഓക്കെ പക്ഷേ ഞാൻ ഒത്തിരി ശാനം കണ്ടത് എല്ലാം ശരിയാണ്. അവിടെ ചെന്നേച്ച് 5-6 വട്ടം ഞാൻ ഒരാളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ മിഴിച്ച് എന്നെ നോക്കുക. ഹലോ, വല്ലതും പറയാൻ പറ്റുമോ? സ്തോത്രം. വിശ്വസിക്കുന്നവനെ സ്നാനപ്പെടുത്തണമെന്നുള്ളത് ദൈവത്തിൻ്റെ കൽപ്പന. കണ്ടോ? അപ്പോ യേശു ദൈവപുത്രനെന്ന് ഞാനും നിങ്ങളും വിശ്വസിക്കുന്നെങ്കിൽ ചുമ്മാ വിശ്വസിച്ചാ പോരാ, വിശ്വസിക്കുന്നവൻ കൽപ്പനയനുസരിക്കണം. നിങ്ങൾ സ്തോത്രം പറയുന്നില്ല? ഹലോ, വിശ്വസിച്ചാപ്പോ. വിശ്വാസമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കാത്തവർ സ്തോത്രം പറഞ്ഞാട്ടെ. ഹലോ, യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം പറഞ്ഞാട്ടെ. കൈയൊന്നും പൊങ്ങുന്നില്ല. പണ്ടത്തേക്ക് ആവേശമൊക്കെ പോയി. പണ്ടൊക്കെ കൈ പൊക്കാൻ പറഞ്ഞ് അങ്ങ് പൊക്കും. കുഴ വരെ പറഞ്ഞു പോകുന്ന രീതിയിലാണ് കൈ പൊക്കുന്നത്. ഇപ്പം വയ്യ. സ്തോത്രം. ഹലോ, വിശ്വാസത്തിൻ്റെ ആഴമുണ്ടെങ്കിൽ, യേശു ദൈവപുത്രൻ എന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ, നിനക്ക് വേണ്ടിയാണ് അവൻ ലോകത്തിലേക്ക് വന്നതെന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ, വിശ്വസിച്ച പോര കേട്ടോ, അവൻ്റെ കൽപ്പന അനുസരിക്കണം. വിശ്വാസമകത്തുണ്ടെങ്കിൽ ഈ 7 മണിക്കൂറിൽ വിടുതൽ നടക്ക്, രോഗസൗഖ്യം നടക്കും, അത്ഭുതങ്ങൾ കാണും. പക്ഷെ ഇതുകൊണ്ട് കാര്യമില്ല. നിത്യജീവൻ നിന്റെ അകത്ത് വരണമെങ്കിൽ, നിത്യരാജ്യത്തിന്റെ ഓഹരിക്കാര് അവകാശികളുമായി തീരണമെങ്കിൽ വിശ്വസിച്ചത് കൊണ്ടായില്ല. വിശ്വസിക്കുന്ന നീ കൽപ്പന അനുസരിക്കണം. സ്തോത്രമൊന്നും പോയി. വിശ്വാസമകത്തുണ്ടെങ്കിൽ കൽപ്പന അനുസരിക്കണം. യേശുവിൻ്റെ കൽപ്പന അനുസരിക്കണം. വിശ്വാസമകത്തുണ്ടെങ്കിൽ വിശ്വസിക്കുന്നവനെ സ്നാനപ്പെടുത്തണം. സ്നാനപ്പെടുത്തുന്നത് എന്തിനാ? ചിലർ പറഞ്ഞിട്ട് പക്ഷേ വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ പറഞ്ഞത് ഞങ്ങൾ പണ്ട് ഞങ്ങളെ തലയിൽ ഇച്ചിരി ഒഴിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി അത് മതി. സ്തോത്രം. കൂടുതൽ നനഞ്ഞാൽ ചിലപ്പോൾ പനി പിടിക്കും. അതുകൊണ്ട് അത്രയും മതി. ചിലർക്ക് മുങ്ങുന്നതിനോട് താല്പര്യമില്ല, തളിക്കുന്നതിനോടാണ് താല്പര്യം. നിങ്ങൾ സ്തോത്രം പറയത്തില്ല കേട്ടോ. മുങ്ങുന്നതിനോട് താല്പര്യമൊന്നും ഇല്ല, തളിക്കുന്നതിനോടാണ് താല്പര്യം. സ്തോത്രം. യേശു കാണിച്ചത് തളിച്ച് കാണിച്ചതല്ല, യേശു മുങ്ങിയാണ് കാണിച്ചത്. അവൻ മാതൃക കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ മാതൃക ഞാനിന്ന് ഈ പിൻപറ്റണം. അതാ വിശ്വാസം. വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ, വിശ്വാസം എൻ്റെയും നിന്റെയും അകത്തുണ്ടെങ്കിൽ ആ വിശ്വാസത്തിൻ്റെ മാതൃക, യേശു കാണിച്ചു തന്നൊരു മാതൃകയുണ്ട്. വെള്ളത്തിൽ ഇറങ്ങി നിന്ന് സ്നാപകന്റെ കൈ കീഴിൽ വെള്ളത്തിൽ മുങ്ങി പൊങ്ങി എഴുന്നേറ്റ് വന്നു. അതാ മാതൃകാപരമായ സ്നാനം. ആ സ്നാനം ഏൽക്കണം. അത് ദൈവത്തിന്റെ കൽപ്പനയാ, യേശുവിന്റെ കൽപ്പനയാ, യേശു കാണിച്ച മാതൃകയാ. അതനുസരിക്കാൻ പിൻപറ്റാൻ ഞാനും നീ തയ്യാറാണെങ്കിൽ വിശ്വസിക്കുന്നവന്റെ മേൽ അകത്ത് വ്യാപരിക്കുന്ന ഒരു ആത്മാവുണ്ട്. അത് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാ. ആത്മാവിന്റെ ശക്തി അകത്ത് വന്നാൽ നിന്റെ ഉള്ളിൽ ജീവനുണ്ടാക്, ആത്മീയ ജീവനുണ്ടാക്, നിന്നിൽ നിത്യ ജീവനുണ്ടാക്. ഇന്ന് പകൽ നമ്മുടെ ലക്ഷ്യം ഈ ലോകത്തിൽ എങ്ങനെയെങ്കിലൊക്കെ ജീവിക്കണമെന്നുള്ളതല്ല. വിശ്വസിക്കുന്ന ദൈവമേ, നിനക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു നിത്യ ജീവൻ നിന്റെ ഉള്ളിൽ പകരാൻ ഏറ്റെടുക്കുന്ന ദൈവമക്കൾ ദൈവത്തെ ആരാധിക്കട്ടെ, ദൈവത്തെ സ്തുതിക്കട്ടെ. അവനെ വിശ്വസിക്കുന്ന, അവന്റെ കൽപ്പന അനുസരിച്ച് അവനെ ആരാധിക്കുന്ന, നിത്യജീവന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഈ പകൽ ഞാൻ ദൈവത്തിന് മഹത്വം കരയട്ടെ.
നിറവേറ്റുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 7 മണിക്കൂറിന്റെ പ്രാർത്ഥനയുടെ ലക്ഷ്യം രോഗസൗഖ്യം പ്രാപിക്കുക എന്നുള്ളതല്ല, ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതല്ല. വരാനുള്ളവൻ വരാറായി. വരാനുള്ളവൻ വരാറായി. യോഹന്നാന്റെ ചോദ്യം കേട്ടോ, വരാനുള്ളവൻ നീ തന്നെയാണോ? ഇന്ന് പകൽ പലരുടെ ഉള്ളിൽ ഈ സംശയം ഉടലെടുക്കുമ്പോ ഇന്ന് പകൽ ഈ 7 മണിക്കൂറിനകത്തിരിക്കുന്ന ദൈവമക്കളുടെ പ്രത്യാശ, വിശ്വസിക്കുന്ന ദൈവമക്കളുടെ പ്രത്യാശ, കൽപ്പനയനുസരിച്ച ദൈവമക്കളുടെ പ്രത്യാശ, വരാനുള്ളവൻ വരും. ഇന്ന് വന്നാൽ ഞാൻ അവനോടുകൂടെ മധ്യാകാശത്തിന്റെ മണിപ്പന്തലിൽ ഇന്ന് പകലവൻ വന്നാൽ ഞാൻ അവനോട് കൂടെ. കാഹളം ധരിച്ചാൽ, ഇന്ന് കാഹളം ധരിച്ചാൽ, ഈ 7 മണിക്കൂറിനകത്ത് കാഹളം ധരിച്ചാൽ ഞാൻ അവനോട് കൂടെ. എന്റെ ഭൗതിക നേട്ടങ്ങളേക്കാൾ, എന്റെ ഭൗതിക ലാഭങ്ങളേക്കാൾ എന്റെ അകത്തെ പ്രത്യാശ നിത്യജീവനായതുകൊണ്ട് കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. ഹല്ലേലൂയ. വരാനുള്ളവൻ നീയോ? വരാനുള്ളവൻ. കുറിവാക്യം ഒരിക്കൽ കൂടെ ഞാൻ പറയാ. കുരുടര് കാണുന്നു, മുടന്തര് നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരാകുന്നു, ചെകിടര് കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കിടുന്നു, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുന്നു. പോയി പറ, വരാനുള്ളവൻ ഞാൻ തന്നെ. ഇന്ന് പകൽക്കാലം വരാനുള്ളവൻ അവൻ യേശുവാണ്. അവൻ വന്നേച്ചു പോയി. ഇന്ന് പകലും ഇവിടെ വന്നിട്ടുണ്ട്. കുരുടരെ സൗഖ്യമാക്കാൻ, മുടന്തരെ നടക്കുമാറാക്കാൻ, ചെകിടരെ കേൾപ്പിക്കാൻ, മരിച്ചവരെ ഉയർപ്പിക്കാൻ ഇന്ന് പകൽക്കാലം അവൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇന്ന് പകൽ ആത്മാവിനെ പ്രവചിച്ചു പറയുന്നു, ഈ 7 മണിക്കൂറിനകത്ത് ചിലർ കുരുട്ട് കണ്ണുകൾ തുറക്ക്, ചിലർ കാഴ്ച പ്രാപിക്കുക, ചില ചെവി തുറന്നു വരും. ഇന്ന് പകൽക്കാലം ചില രോഗസൗഖ്യം ഇതിനകത്ത് വെളിപ്പെട്ട് വരുമെന്ന്. ഇന്ന് പകൽ ഇതിനകത്ത് ഒരുവന്റെ സാന്നിധ്യമുണ്ട്. നീ വരുന്നതിന് മുൻപ് ഇവിടെ വന്ന ഒരു സാന്നിധ്യമുണ്ട്. എന്തിനെന്നറിയാമോ? നിന്നെ സൗഖ്യമാക്കാൻ, നിന്നെ വിടുവിക്കാൻ, നിന്റെ കണ്ണ് തുറക്കാൻ. ആത്മാവിൽ ഞാൻ കാണുന്നു ചില കണ്ണുകൾ ഇന്ന് പകൽ തുറക്ക്, ചില കാഴ്ച ചിലർക്ക് ദൈവം മടക്കി കൊടുക്കുക, ചില ചെവി ഇന്ന് പകൽ തുറക്ക്, ചില മുടന്തർ എഴുന്നേറ്റ് നടക്കട്ടെ, മരിച്ചവർ ഉയർക്ക്, പാപസംബന്ധമായി മരിച്ച ചിലർ ജീവനായി ഉയർത്തെഴുന്നേറ്റ് വരട്ടെ. Yes. Rabahadana ragana ragatanadia. Andara ragadana vaishatanadia. Yes. ചിലർ എഴുന്നേറ്റ് വരും, ജീവൻ പ്രാപിച്ചെഴുന്നേറ്റ് വരും. ആത്മീയ ജീവൻ ഇന്ന് പകൽ ചിലരിൽ വ്യാപരിക്കുക. പാപം ചെയ്ത് പാപസംബന്ധമായി മരിച്ചുപോയ ചിലർ ആത്മീയ ജീവൻ പ്രാപിച്ച് ഇന്ന് പകൽ എഴുന്നേറ്റ് വരും. ചില കുരുടർ തുണകാട്, ചിലർ ചെകിടർ കേൾക്ക്, ചില മുടന്തർ നടക്ക്. യേശു പറഞ്ഞു, ചോദ്യം ചോദിച്ചു വന്നവരോട് പറഞ്ഞു, ഇവിടെ നടക്കുന്നത് പോയി പറ. ഇന്ന് പകൽ ആത്മാവിനെ പ്രവചിച്ചു പറയുന്നു, ഇന്ന് ഇതിനകത്ത് നടക്കുന്നത് പോയി പറയത്തക്ക നിലയിൽ ചില അത്ഭുത പ്രവൃത്തി, ചില അടയാളങ്ങൾ ഇന്ന് പകൽ ഇതിനകത്ത് നടക്കുമെന്ന്. സംശയിക്കുന്നവരോട് പോയി പറ, അവൻ വന്നിട്ടുണ്ട്. ചിലതൊക്കെ വെളിപ്പെട്ട് വരുന്നുണ്ട്, ചിലതൊക്കെ നടക്കുന്നു, ചിലതൊക്കെ സൗഖ്യമാകുന്നു. അവന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. പോയി പറ. ഹല്ലേലൂയ, സ്തോത്രം. യേശുവിനെ പരിചയപ്പെടുത്തിയ മനുഷ്യനാ യോഹന്നാൻ. യേശുവിനെ പരിചയപ്പെടുത്തിയ മനുഷ്യനാ. ആ യോഹന്നാന്റെ വാക്കുകളൊക്കെ ശ്രദ്ധിച്ചോണം. ഉറച്ച വിശ്വാസമുള്ളൊരു മനുഷ്യനായിരുന്നു യോഹന്നാൻ. ആ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. യോഹന്നാൻ 1:26 മുതൽ 30 വരെ വായിക്കുമ്പോൾ
ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുത്തൻ നിങ്ങളുടെ ഇടയിൽ നിൽപ്പുണ്ട്. എൻ്റെ പിന്നാലെ വരുന്നവൻ തന്നെ, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. കണ്ടോ അടുത്ത ഭാഗത്ത്, ഇത് ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. എൻ്റെ പിന്നാലെ ഒരു പുരുഷൻ വരുന്നുണ്ട്. കണ്ടോ, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് മുൻപനായി തീർന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ. കണ്ടോ, യേശുവിനെ കുറിച്ച് വലിയ ഡയലോഗ് പറഞ്ഞ പുള്ളിയാ. ഇപ്പം ചോദിക്കുക, ഞാൻ ആ പ്രസംഗിച്ചോട്ട് നടന്ന ആൾ ഈ പുള്ളി തന്നെയാണെന്നൊന്ന് ചോദിച്ചേക്കണേ. ഉണ്ടോ, നമ്മുടെ ഉള്ളിലെ വിശ്വാസം നഷ്ടപ്പെടുന്നത് എപ്പോഴാ? നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് ഒരു വിടുതൽ നടന്നില്ലെങ്കിൽ. തുടക്കത്തിൽ 7 മണിക്കൂറിനൊക്കെ പല പുള്ളികളും വന്നു. ഇപ്പോൾ 7 മണിക്കൂർ പലരും ഇല്ല, മിണ്ടുന്നില്ല. ഹലോ, ആദ്യത്തെ 7 മണിക്കൂർ മാസങ്ങൾ നടന്നപ്പോൾ വന്നവരാരും ഇപ്പോഴത്തെ 7 മണിക്കൂറിലില്ല. എന്നാന്നറിയോ? പ്രതീക്ഷിച്ചത് നടന്നില്ല. പ്രതീക്ഷിച്ചത് ചിലരെ ഞാൻ ഫോൺ വിളിച്ചപ്പോഴാണ് മനസ്സിലായത്, അവർ നമ്മൾ പ്രതീക്ഷിച്ചിടത്തും ഇല്ല. ഹലോ, പ്രതീക്ഷിച്ചത് ഇവിടുന്ന് കിട്ടിയില്ല, ഇപ്പൊ പ്രതീക്ഷിച്ചിടത്തും ഇല്ല. സ്തോത്രം. ഹലോ, 7 മണിക്കൂർ 2-3 പ്രാവശ്യം 7 മണിക്കൂർ വന്നു. പക്ഷേ പ്രതീക്ഷിച്ചത് ലഭിക്കാതെ വന്നപ്പോൾ വിശ്വാസത്തിൽ നിന്ന് വരെ ചിലർ പോയി. പക്ഷേ പ്രതീക്ഷിച്ച സമയത്ത് പ്രതീക്ഷിച്ചത് കിട്ടാതിരുന്നിട്ടും കുറേ പുള്ളികൾ യേശുവിനെ വിട്ട് പിന്മാറിയില്ല. ഈ യോഹന്നാന്റെ ശിഷ്യന്മാർ വന്ന് ഈ ചോദ്യം ചോദിച്ച മാത്രയിൽ തന്നെ അടുത്ത സെക്കൻഡിൽ അടുത്ത് നിന്ന കുറെ രോഗികളെ യേശു സഡൻലി സൗഖ്യമാക്കി. ഈ നടക്കുന്നത് കാണുന്നത് നിങ്ങൾ പോയി പറ. എന്താ അതിന്റെ അർത്ഥം? മണിക്കൂറുകളായി ദിവസങ്ങളായി യേശുവിന്റെ കൂടെ അവർ നടക്കുന്നു. അവരുടെ കൂട്ടത്തിലെ പലരും സൗഖ്യം പ്രാപിച്ചു, പലരും വിടുതൽ പ്രാപിച്ചു. അപ്പോഴൊന്നും സൗഖ്യം പ്രാപിക്കാത്ത അവർ യേശുവിന്റെ ശിഷ്യന്മാര് വന്ന് ചോദിച്ചപ്പോ ആ സെക്കൻഡിൽ അവരെ സൗഖ്യമാക്കി എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? കഴിഞ്ഞ 7 മണിക്കൂറിൽ ഒന്നും നടക്കാത്തത് എന്താണെന്നറിയാമോ? നിനക്ക് വേണ്ടി ദൈവം ഒരു സമയം അത് മാറ്റിവെച്ചിട്ടുണ്ട്. ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ, ചില ചോദ്യങ്ങൾക്ക് മറുപടി തരാൻ ദൈവം നിന്നെ നിർത്തിയിരിക്കുകയാണെന്ന് ഇന്ന് പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ വ്യക്തമാക്കുകയാണ്. കണ്ടോ, ഈ സൗഖ്യം പ്രാപിച്ച പുള്ളികളൊക്കെ ദിവസങ്ങളായി യേശുവിന്റെ കൂടെ നടക്കുന്നവരാ. കൂട്ടത്തിലെ പലരെ യേശു സൗഖ്യമാക്കി, അവരെ ആരെയും സൗഖ്യമാക്കി. ഇവരിൽ ചിലരെ യേശു സൗഖ്യമാക്കിയില്ല. എന്താ കാര്യം അറിയാമോ? ശിഷ്യന്മാരുടെ ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ ദൈവം നിർത്തിയിരിക്കുകയായിരുന്നു. ഇന്ന് പകൽ ദൈവിക വിടുതൽ നിന്നിൽ വെയിറ്റ് ചെയ്യുന്നത് ചില ചോദ്യങ്ങൾക്ക് മറുപടി തരാനാ, ചില ശത്രുവിന്റെ ചോദ്യങ്ങൾക്ക്, ചില സംശയിക്കുന്നവർക്ക് മറുപടി കൊടുക്കാനാ, ഒരത്ഭുതമാക്കി ഒരടയാളമാക്കി തീർക്കാനാ ദൈവം നിന്നെ ആക്കിയിരിക്കുന്നതെന്ന് പ്രാർത്ഥിച്ചിട്ട് കരഞ്ഞിട്ട് നിലവിളിച്ചിട്ട് ചില വിടുതലുകൾ നടക്കാതെ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓർത്തോ, ചിലരുടെ ചോദ്യങ്ങൾക്ക് മറുപടി തരാൻ, ചിലരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ ദൈവം നിന്നെ വെയിറ്റ് ചെയ്യിക്കുകയാണ്. സമയമാകുമ്പോ നീ ഇന്ന് വരെ കാണാത്ത ചില അത്ഭുതങ്ങൾ, ചില അടയാളങ്ങൾ, ചില വീര്യപ്രവർത്തികൾ നീ കാണത്തക്ക നിലയിൽ, ചോദിച്ചവർ കാണത്തക്ക നിലയിൽ, സംശയിച്ചവർ കാണത്തക്ക നിലയിൽ നിന്നിൽ കൂടെ ദൈവം ചെയ്തെടുക്കുമെന്ന്. യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹലോ, ഇതിനകത്തിരിക്കുന്ന പലരും ഇന്നലകളിൽ വിടുതൽ പ്രാപിച്ചിട്ടല്ല, വിശ്വാസമകത്തുള്ളത് കൊണ്ടാ. ഇന്നല്ലെങ്കിൽ നാളെ എന്നെ വിടുവിപ്പ, എന്നെ സൗഖ്യമാക്ക, എന്നെ സ്തുതിക്ക് വ്യത്യാസം വരുത്ത എന്റെ ദൈവത്തിന് കഴിയും എന്ന പ്രതീക്ഷയകത്തുള്ളത് കൊണ്ട് അനേകര് പോയിട്ട്, അനേകര് പിന്മാറിയിട്ട് കൂടെ തന്നെ നിൽക്കുന്നതിന്റെ കാരണം ഒരു ദിവസം എന്നെ സൗഖ്യമാക്കാൻ എന്റെ യേശു എനിക്ക്
വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് ഒരു വിശ്വാസം അകത്തുള്ളത് കൊണ്ട് എത്ര പേര് വിശ്വസിക്കുന്നു? ഇന്നലകളിൽ പ്രാപിക്കാത്ത ഒരു വിടുതൽ ഇന്ന് പകൽ നിനക്ക് വേണ്ടി ദൈവം ചെയ്യും, നിന്റെ കുടുംബത്തിന് വേണ്ടി ദൈവം ചെയ്യും, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ചെയ്യും. ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക, ചില ചോദ്യങ്ങൾക്ക് ചില സംശയങ്ങൾക്ക് മറുപടി കൊടുക്കുക. ഇന്ന് പകൽ ആ ദൈവം ചിലരെ സൗഖ്യമാക്കുമെന്ന്. ഹല്ലേലൂയ. വരുവാനുള്ളവൻ നീയോ? പോയി പറ. കുരുടര് കാണുന്നു, ചെകിടര് കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു. വിശ്വാസമുണ്ടോ? വരാനുള്ളവൻ ഞാൻ തന്നെ. നിങ്ങൾ കാത്തിരിക്കുന്ന ആ ആളും ഞാൻ തന്നെ. സ്തോത്രം. ഹല്ലേലൂയ. ഒരിക്കൽ വന്നു. എന്തിനു വേണ്ടിയാ? യേശു ലാസറിൻ്റെ കല്ലറയ്ക്കൽ വന്നപ്പോൾ ലാസർ മരിച്ചു. 4 ദിവസമായി നാറ്റം വെച്ച് തുടങ്ങി. യേശു ലാസറിൻ്റെ വീട്ടിലേക്ക് വരിക. ആ കാഴ്ച കണ്ട് മാർത്ത യേശുവിൻ്റെ അടുക്കലേക്ക് ഓടി വന്നു. മാർത്ത യേശുവിൻ്റെ അടുക്കലേക്ക് ഓടി വന്നു. സ്തോത്രം. 11:27 യോഹന്നാൻ. യേശു അവളോട് ചില കാര്യങ്ങൾ സംസാരിച്ചു, ചില ചോദ്യങ്ങൾ. അവൾ അവനോട്, ഉവ്വ് കർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. 23 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ യേശു മാർത്തയോട് പറയുന്ന ഒരു വാചകം. യേശു അവളോട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. മാർത്ത അവനോട്, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. കണ്ടോ, യേശുവിന്റെ ചോദ്യം, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. യേശുവിന്റെ വാക്കുകൾക്ക് മറുപടിയായി മാർത്തയുടെ ഉള്ളിലെ ചില അറിവുകൾ യേശുവിനോട് പറയുക. എനിക്കറിയാം, നീ പറഞ്ഞില്ലേ ഉയർക്കുമെന്ന്, എനിക്കറിയാം. ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തെങ്കിൽ എൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. യേശുവിൻ്റെ മറുപടി അവിടെ വ്യക്തമാണ്. ഞാൻ ആ ഭാഗത്തിലേക്ക് പോകുന്നില്ല. വീണ്ടും താഴോട്ട് വരുമ്പോൾ വീണ്ടും യേശുവിൻ്റെ വാക്കുകൾക്ക് മുൻപിൽ മാർത്ത പറയുന്ന അടുത്ത വാചകം, ഉവ്വ് കർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. കണ്ടോ, അപ്പൊ യേശുവിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ ആർക്കുണ്ട്? മാർത്തയ്ക്കുണ്ട്. യേശുവിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ, യേശു ആരാണെന്നും വന്നത് എന്തിനാണെന്നും ഒക്കെ വ്യക്തമായ ധാരണ ആർക്കുണ്ട്? മാർത്തയ്ക്കുണ്ട്. സ്തോത്രം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഭാഗം ഒന്ന് വായിക്കുമ്പോൾ യേശുവിൻ്റെ മറുപടി കേട്ടോ. വരുവാനുള്ളവൻ ഞാൻ തന്നെ. നിന്റെ ഉള്ളിലെ വിശ്വാസം, ഹലോ, വരുവാനുള്ളവൻ അത് ഞാൻ തന്നെയാണ്. ഞാൻ വന്നത് എന്തിനാ? ഭാവിയെ രക്ഷിക്കാൻ വേണ്ടിയാ ഞാൻ വന്നത്. ഭാവിയെ രക്ഷിക്കാൻ വേണ്ടിയാ. പക്ഷേ ഇപ്പൊ വന്നത് എന്തിനാണെന്നറിയാമോ? ഈ 4-ാം ദിവസം ഞാൻ വന്നത് എന്തിനാണെന്നറിയാമോ? ഹലോ, ഈ 4-ാം ദിവസം ഞാനിവിടെ വന്നത് എന്തിനാണെന്നറിയാമോ? 4 ദിവസങ്ങൾക്ക് മുൻപ് ഇവിടുന്ന് പോയ ഒരുത്തനില്ലേ, അവനെ തിരികെ കൊണ്ടുവരാനാ. ഹല്ലേലൂയ. ഞാൻ എന്തിനാ ഈ ലോകത്തിൽ വന്നത് നിനക്കറിയാം. വന്നതിന്റെ ഉദ്ദേശശുദ്ധി എന്താണെന്നറിയാം. പക്ഷെ ഇന്ന് നിന്റെ വീട്ടിൽ ഞാൻ വന്നത് എന്തിനാണെന്നറിയാമോ? 4 ദിവസങ്ങൾക്ക് മുൻപ് നിങ്ങളെ വിട്ടുപോയ ഒരുത്തനില്ലേ, എന്റെ സ്നേഹിതനായ ഒരുത്തനില്ലേ, അവനെ തിരികെ കൊണ്ടുവരാനോ ഇന്ന് പകൽ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇന്ന് പകൽ പരിശുദ്ധമ്മ പറയുന്നു, നഷ്ടപ്പെട്ടു പോയ ചിലതിനെ മടക്കി കൊണ്ടുവരാൻ, നഷ്ടപ്പെട്ടു പോയെന്ന് വിധി എഴുതിയതിന്, നാറ്റം വമിച്ച ചിലതിനെ അടച്ചു പെട്ടിയിലാക്കി സീൽ വെച്ച ചിലതിനെ ഉയർപ്പിച്ച് പുറത്തു കൊണ്ടുവരാൻ, എഴുന്നേൽപ്പിച്ച് പുറത്തു കൊണ്ടുവരാൻ ഇന്ന് പകൽക്കാലം അവന്റെ സാന്നിധ്യം ഈ ആലയത്തിനകത്തുണ്ടെന്ന് ഇന്ന് പകൽ പരിശുദ്ധമ പറയുന്നു. യോഹന്നാൻ ചോദിച്ചു, വരാനുള്ളവൻ നീയോ? മാർത്ത പറയുന്നു, വരാനുള്ളവൻ നീ തന്നെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഇപ്പൊ വന്നത് എന്തിനാണെന്നറിയാമോ? നിന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ട വിഷയമുണ്ടല്ലോ, അതിനകത്ത് ജീവൻ കൽപ്പിക്കാനാ. ഇന്ന് പകൽ അവന്റെ സാന്നിധ്യം ഇവിടെ വന്നിട്ടുണ്ട്.
ഈ 7 മണിക്കൂറിനകത്ത് അവന്റെ സാന്നിധ്യം ഇവിടെ വന്നിട്ടുണ്ട്. നഷ്ടപ്പെട്ടു പോയ ചിലതിന് മടക്കി തരാ. പ്രതീക്ഷ നഷ്ടപ്പെട്ട ചില വിഷയമില്ലേ നിന്റെ കുടുംബജീവിതത്തിനകത്ത്, നിന്റെ തലമുറയോട് ബന്ധപ്പെട്ട്, നിന്റെ ഭാവിയോട് ബന്ധപ്പെട്ട്, നിന്റെ സൗഖ്യത്തോട് ബന്ധപ്പെട്ട് പ്രതീക്ഷ നഷ്ടപ്പെട്ട ചില വിഷയങ്ങളില്ലേ, ഇന്ന് പകൽക്കാലം അതിന് ജീവൻ കൽപ്പിച്ച് മടക്കി തരാ. നിന്റെ പ്രതീക്ഷയിലേക്ക് നിന്നെ മടക്കി കൊണ്ടുവരാ. ഇന്ന് പകൽ അവന്റെ സാന്നിധ്യം ഈ ആലയത്തിനകത്തുണ്ടെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമാക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ വിശ്വസിക്കുന്നെങ്കിൽ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ വിഷയത്തിലേക്ക് വന്ന് അവസാനിപ്പിക്കുക. യേശുവിനെ വിശ്വസിക്കുന്നെങ്കിൽ, വരവാനുള്ളവൻ അവൻ തന്നെ എന്ന് വിശ്വസിക്കുന്നെങ്കിൽ അവൻ്റെ കൽപ്പന അനുസരിക്കണം, അവന് വേണ്ടി ജീവിക്കണം, അവന് വേണ്ടി നിലനിൽക്കണം, അവന് വേണ്ടി കാത്തിരിക്കണം. ഹല്ലേലൂയ. വരുവാനുള്ളവന് വേണ്ടി പ്രത്യാശയും വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഇന്ന് പകൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ പ്രതീക്ഷയും നമ്മുടെ ആഗ്രഹവും നമ്മുടെ വിശ്വാസവും വരുവാനുള്ളവനിലാണെങ്കിൽ മറ്റൊന്നിനെ ഓർത്ത് നമ്മൾ ആകുലപ്പെടത്തില്ല, മറ്റൊന്നിനെയും ഓർത്ത് നാം വ്യാധി പിടിക്കത്തില്ല, ആദി പിടിക്കത്തില്ല. കാരണം എന്നറിയാമോ, വരുവാനുള്ളവനിലാണ് നിന്റെ പ്രതീക്ഷയെങ്കിൽ നിന്റെ സകല വിഷയത്തിനകത്ത് വേണ്ടത് വേണ്ടുന്ന സമയത്ത് ചെയ്തു തരാൻ, വേണ്ടത് വേണ്ടുന്ന സമയത്ത് ചെയ്തു തരാ. അവങ്കിലേക്ക് നീ നോക്കിയ നിന്റെ സകല വിഷയങ്ങൾ വേണ്ടത് വേണ്ട സമയത്ത് പരിഹരിച്ചു. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാൻ ഓർമ്മിപ്പിച്ചൊരു കാര്യമുണ്ട്. നമ്മൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ, അവനിലേക്ക് നോക്കിയാൽ നമ്മുടെ കാര്യം നമ്മൾ നോക്കണ്ട, അവൻ നോക്കിക്കോളും. നമ്മുടെ നോട്ടം മാറിയത് കൊണ്ട് പല വിഷയങ്ങളും പണ്ട് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഹലോ, പല വിഷയങ്ങളും നമ്മൾ അറിയാതെയാ നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം പല വിഷയങ്ങളും നമ്മൾ അറിയുന്നതിൻ്റെ കാരണം എന്നറിയാവോ, നമ്മുടെ നോട്ടം മാറിപ്പോയി. അവങ്കിലേക്ക് നോക്കി യാത്ര ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ പല വിഷയങ്ങളും നടന്നത് നമ്മൾ അറിഞ്ഞില്ല. പക്ഷെ ഇപ്പം പലതും നമ്മൾ അറിയുന്നതിന് കാരണം നമ്മൾ നോട്ടം മാറിയത് കൊണ്ട്. ഇന്ന് പകൽക്കാലം വരുവാനുള്ളവൻ അവൻ തന്നെയാണെന്നുള്ള വിശ്വാസം, ഉറപ്പും ധൈര്യവും അകത്തുണ്ടെങ്കിൽ കാത്തിരിക്ക്. യേശു യോഹന്നാൻ അയച്ച ശിഷ്യന്മാരോട് പറയുന്നു, അതെ, കുരുടർ കാണുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, മുടന്തർ നടക്കുന്നു, പോയി പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവൃത്തി മറ്റുള്ളവരോട് പറയത്തക്ക നിലവാരത്തിൽ ഈ ദിവസങ്ങളിൽ ദൈവം ചെയ്യുക. മറ്റുള്ളവരോട് അറിയിക്കത്തക്ക നിലവാരത്തിൽ, സംശയിക്കുന്നവരോട് പറയത്തക്ക നിലവാരത്തിൽ, അവിശ്വസിക്കുന്നവരോട് പറയത്തക്ക നിലവാരത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിനക്ക് വേണ്ടി നിന്നിൽ കൂടെ ദൈവം ചെയ്തെടുക്കുമെന്ന് ഇന്ന് മകൾ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ വ്യക്തമായി ഇടപെടുകയാണ്. ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവൻ അവൻ്റെ കൽപ്പന അനുസരിക്കണം. കൽപ്പനയനുസരിച്ച് നിലനിൽക്കുന്നവൻ്റെ ഉള്ളിൽ, തിരുവചനത്തിൽ വായിക്കുന്നു, വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ. യോഹന്നാൻ 20:31. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും. ഉണ്ടോ? വരുവാനുള്ളവനിൽ വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ ഈ ജീവൻ വ്യാപരിക്കും. അതാ ഞാൻ തെളിയിച്ചുകൊണ്ട് വന്നത്. വിശ്വസിച്ചാൽ ജീവൻ വ്യാപരിക്കുകയല്ല, വിശ്വസിക്കുന്നവൻ്റെ അടുത്ത പടി അവൻ അനുസരിക്കുന്നവൻ ജീവിക്കും. അവനിൽ ഈ ശക്തി വ്യാപരിക്കും. ഏത് ശക്തി? കണ്ടോ, നിങ്ങൾ വിശ്വസിച്ചിട്ട് ഈ ജീവൻ ഉണ്ടാകേണ്ടതിന് വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ, അനുസരിക്കുന്നവൻ്റെ ഉള്ളിൽ, ജീവിക്കുന്നവൻ്റെ ഉള്ളിൽ, നിലനിൽക്കുന്നവൻ്റെ ഉള്ളിൽ ഈ ശക്തി വ്യാപരിക്കും. ഈ ശക്തി വ്യാപരിക്കും. അവൻ്റെ നാമത്തിൻ്റെ ശക്തി, അവൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുക. ഇന്ന് പകൽ നാം ജീവനോടെ ഈ ഭൂമിയിൽ നിലനിൽക്കുമ്പോൾ, ജീവൻ നമ്മിൽ നിലനിൽക്കുന്നതിന്റെ ഒരു ഘടകം എന്നറിയാമോ? അവന്റെ നാമത്തിന്റെ ശക്തി.
എത്ര പേര് തിരിച്ചറിയുന്നു ഇന്ന് പകൽ നമ്മെ പോലുള്ള സമപ്രായക്കാർ കഴിഞ്ഞ മണിക്കൂറിൽ ഈ ലോകത്തോട് യാത്ര പറഞ്ഞപ്പോ ഐസോടെ, ബലത്തോടെ, ആരോഗ്യത്തോടെ, സമാധാനത്തോടെ ഇതിനകത്തിരിക്കുമ്പോ എന്താ അതിന്റെ ആശയമെന്നറിയാമോ? അവന്റെ നാമത്തിന്റെ ശക്തി, അവന്റെ നാമത്തിന്റെ ശക്തി അത് നിന്നിൽ ജീവൻ നിലനിർത്തുന്നതാണ്. അവന്റെ നാമത്തിന്റെ ശക്തിക്കേണ്ടത്, നാം ജീവിക്കേണ്ടത്, നാം നിലനിൽക്കേണ്ടത് നിത്യജീവന് വേണ്ടി ഒരുങ്ങിക്കാത്തിരിക്കുന്ന ദൈവമക്കൾക്കായി. ഹല്ലേലൂയ. ഈ ലോകത്തിലെ ജീവന് പ്രധാനം കൊടുക്കുന്നവരാണ് ഭൗതിക വിഷയങ്ങളിൽ ആഴമായി താല്പര്യം ചെലുത്തുന്നത്. ഹല്ലേലൂയ. പക്ഷേ നിത്യതയുടെ വെളിപ്പാടകത്ത് വന്നാൽ, ഉയരത്തിലെ വെളിപ്പാട് നിന്റെ അകത്ത് വന്ന, നിന്റെ ലക്ഷ്യം രോഗസൗഖ്യമല്ല, നിന്റെ ലക്ഷ്യം കടഭാരം മാറുന്നതല്ല, നിന്റെ ലക്ഷ്യം മക്കളുടെ വിവാഹമല്ല, നല്ല കാറ് വാങ്ങുന്നതല്ല, നല്ല ബംഗ്ലാവ് പണിയുന്നതല്ല, ലോകത്തിലെ നേട്ടമല്ല. നിത്യയുടെ വെളിപ്പാട് ലഭിച്ച ദൈവമക്കൾ ഇന്ന് പകൽ നിത്യജീവനായി തന്നെ വിശ്വസിക്കുന്നവർ അവനെ അനുസരിക്കണം, അനുസരിക്കുന്നവർ അവൻ ജീവിക്കണം, അവനിൽ ജീവിക്കുന്നവർ അവൻ നിലനിൽക്കണം. അവസാനത്തോടെ വിശ്വാസത്തോടെ നിലനിൽക്കാൻ, സഹിഷ്ണുതയോടെ നിലനിൽക്കാൻ നീ തയ്യാറാണെങ്കിൽ സ്നാനാർത്ഥിയോട് സ്നാപകൻ പറയുന്ന ഒരു വാചകമുണ്ട്, നിനക്ക് വേണ്ടി ഒരു ജീവന്റെ കിരീട, ജീവന്റെ കിരീട വരുവാനുള്ളവൻ നീയോ? പോയി പറ. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം. വരുവാനുള്ളവന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ദൈവമക്കൾക്കായി സംശയം കൂടാതെ കാത്തിരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഇന്ന് പകൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ചെകിടർ കേൾക്കും, മുടന്തരം നടക്കും. ഇന്ന് പകൽ കാണാത്തവർ കാണും, കേൾക്കാത്തവർ കേൾക്കും. ഇതുവരെ പ്രാപിക്കാത്തൊരു പുതിയ ജീവൻ ഇന്ന് പകൽ ചിലരിൽ വ്യാപരിക്കാം. ഈ 7 മണിക്കൂർ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ഇന്നലകളിൽ കാണാത്ത ചില കാഴ്ചകൾ, ഇന്നലകളിൽ കേൾക്കാത്ത ചില കാഴ്ചകൾ, ഇന്നലകളിൽ അനുഭവിക്കാത്ത ചില പുതിയ ജീവൻ മറ്റുള്ളവരോട് പറയത്തക്ക നിലവാരത്തിൽ, മറ്റുള്ളവരോട് ഘോഷിക്കത്തക്ക നിലവാരത്തിൽ സംശയിക്കുന്ന, അവിശ്വസിക്കുന്ന ചിലരോട് പറയത്തക്ക നിലവാരത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് പകൽ ഇതിനകത്ത് വെളിപ്പെട്ട് വരുമെന്ന് വിശ്വസിച്ചോ. നീ പ്രതീക്ഷിച്ച സമയത്ത് ചിലപ്പോ ഒന്നും നടന്നില്ലെന്ന് വരും. നീ പ്രതീക്ഷിച്ച സമയത്ത് നീ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ലെന്ന് വരും. പക്ഷെ ഇന്ന് പകൽ വിശ്വാസമുണ്ടോ? നീ പ്രതീക്ഷിക്കുന്നിടത്തല്ലോ, നീ പ്രതീക്ഷിക്കാത്തടത്ത്, നീ പ്രതീക്ഷിക്കാത്ത ചിലര് നിനക്ക് വേണ്ടി ചെയ്യാൻ. ഇന്നലകളിൽ സൗഖ്യമാകാത്ത ചിലതിന്, ഇന്നലകളിൽ കേൾക്കാത്ത ചിലതിന്, ഇന്നലകളിൽ കാണാത്ത ചിലതിന്, ഇന്നലകളിൽ ഉയർക്കാത്ത ചിലതിന് ഒരു സംശയത്തിന്റെ നിലവാരത്തിൽ ഒരു സംശയ ചോദ്യം നിലനിൽക്കുമ്പോ അടുത്ത സെക്കൻഡിൽ വേഗത്തിൽ ചിലരെ സൗഖ്യമാക്കിയതുപോലെ ഇന്നലകളിൽ സൗഖ്യം പ്രാപിക്കാത്ത ചിലതിന് വേഗത്തിൽ, ചിലർക്ക് അത്ഭുതമാകത്തക്ക നിലയിൽ, ചിലർക്ക് അതിശയമാക നിലയിൽ വേഗത്തിൽ ചിലരെ സൗഖ്യമാക്കി എഴുന്നേൽപ്പിച്ച് പുറത്തു കൊണ്ടുവരുമെന്ന് ഇന്ന് മകൾ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ വ്യക്തമാക്കുകയാണ്. സൗഖ്യം പ്രാപിക്കട്ടെ. ആത്മാവിൽ ഞാൻ കാണുന്ന ചിലർ ഇന്ന് പകൽ സൗഖ്യം പ്രാപിക്കുക. കഴിഞ്ഞ മണിക്കൂറുകളിൽ ഒന്നും സൗഖ്യമാകാത്ത ചില രോഗബന്ധനം ഇന്ന് പകൽ സൗഖ്യമാകുക. ചില ബന്ധനങ്ങൾ ഇന്ന് പകൽ അടിഞ്ഞു മാറ്. ചില വിഷയത്തിനകത്ത് ഇന്ന് പകൽ ഒരു പരിഹാരമുണ്ടാകുക. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആണ്ടുകളിൽ നടന്നത്, കഴിഞ്ഞ ആണ്ടുകളിൽ നടക്കാത്ത ചിലത് ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി ചെയ്തു തരാ. കണ്ണുകളെ അടയ്ക്കാം.